കാസർഗോഡ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ ഹോസ്ദുർഗ് സ്റ്റേഷനിലെത്തിച്ചു. ആന്ധ്രയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കുടക് സ്വദേശിയായ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഷഫീഖ് നസ്രുല്ല കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ഷഫീഖ്, എപ്പോഴാണ് ഇയാളെ കാസർഗോഡ് എത്തിച്ചത്? ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? 8:45 ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിയെ എത്തിച്ചത്. നേരത്തെ കഴിഞ്ഞ 15-ാം തീയതിയാണ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം ഉണ്ടായത്. അതിനുശേഷം പ്രതി ഒളിവിലായിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം കാസർഗോഡ് എത്തിച്ചത്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അല്പസമയത്തിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കുടക് സ്വദേശിയാണ്. കഴിഞ്ഞ 15-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ വീട്ടിൽ ഉറങ്ങുകയായിരുന്ന 10 വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം ആണ് കർണാടകയിലേക്കും പിന്നീട് തമിഴ്നാട് വഴി ആന്ധ്രാപ്രദേശിലെത്തി എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞത്. ഇവിടെ നിന്ന് പോലീസ് ആന്ധ്രാപ്രദേശിൽ എത്തുകയും അവിടെ ഒളിവ് സങ്കേതത്തിൽ നിന്ന് ഈ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. നേരത്തെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കക്ഷിയല്ല ഈ പ്രതി. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ മനസ്സിലാക്കി പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന് സാധിച്ചിരുന്നില്ല. ആന്ധ്രാപ്രദേശിൽ നിന്ന് ഭാര്യയെ കഴിഞ്ഞ ദിവസം ഈ പ്രതി വിളിച്ചിരുന്നു. ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ ഒടുവിൽ അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞത്. 5 ദിവസത്തിന് ശേഷമായിരുന്നു പ്രതിയെ പോലീസിന് തിരിച്ചറിഞ്ഞത്. ആ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചു. 2 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒന്നിൽ ആദ്യം ഈ കുട്ടിയുടെ വീടിന് സമീപത്തുകൂടി നടന്നു പോകുന്ന പ്രതിയുടെ CCTV ദൃശ്യത്തിൽ മുഖം വ്യക്തമായിരുന്നില്ല. പിന്നീട് മറ്റൊരു CCTV ദൃശ്യം കൂടി പരിശോധിച്ചപ്പോഴാണ് ഈ 2ലും ഉള്ളത് ഒരു വ്യക്തിയാണ് എന്ന് പോലീസിന് തിരിച്ചറിഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടക് സ്വദേശിയാണ് പ്രതി എന്ന് പോലീസ് തിരിച്ചറിയുകയും പിന്നീട് ആന്ധ്രാപ്രദേശിലേക്ക് കടന്ന പ്രതിയെ അവിടെ കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ഇപ്പോൾ ഹോസ്ദുർഗ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് ഷഫീഖ് നസ്രുല്ല പങ്കുവച്ചത്.